നമുക്ക് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. കാട്ടാക്കടയിൽ യുവാവിനെ കുത്തിക്കൊന്നു. എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് ഒരു വാക്കുതർക്കം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നത്. 2 ദിവസം മുൻപ് ബാറിന് സമീപത്ത് വെച്ചും ഒരു തർക്കമുണ്ടായെന്ന വിവരമുണ്ട്. പ്രതിക്കായി എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാന്ത്വന സാജു ആ സ്ഥലത്ത് നിന്നും ചേരുന്നു. സാന്ത്വന, അവിടെ എത്തുമ്പോൾ അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? റോഷ്നി ഷിയാസ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രാവിലെ നമ്മൾ പറഞ്ഞ ആ കൊലപാതകം നടന്ന സ്ഥലത്താണ്. കാട്ടാക്കടയിലേക്ക് പോകുന്നതിനടുത്തുള്ള കിള്ളി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാം, പോലീസ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പ്രദേശത്താണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ CCTV മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെയും ഉണ്ട് എന്നുള്ളതാണ് റോഷ്നി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം കൃത്യമായി ആരാണ് നടത്തിയത് എന്ന് കണ്ടെത്താൻ പോലീസിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത് റോഷ്നി, ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കം, പിന്നീട് അത് റോഡിൽ വീണ്ടും ഒരു തർക്കം ഉണ്ടാകുന്നു. അതിനുശേഷം കൊലപാതകത്തിൽ കലാശിക്കുകയുമാണ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു കടയുണ്ട്. ആ കടയുടെ കൃത്യമായ രീതിയിൽ ഒരു CCTV ഉണ്ട്. ആ കടയുടെ ഉടമ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് ചോദിക്കാമെന്നും തോന്നുന്നു. കാരണം ഇപ്പോൾ പോലീസ് വന്ന് ഇവിടെ നിന്ന് അങ്ങ് പോയതേ ഉള്ളൂ. CCTV ദൃശ്യവും മറ്റുമൊക്കെ ശേഖരിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. ചേട്ടാ, CCTV ദൃശ്യം കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടുന്നില്ല. നമ്മളതൊന്ന് കാണിക്കാമോ? കാണിക്കാം. ഈ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഓക്കെയാണോ? സാന്ത്വന, നമുക്ക് ആ ദൃശ്യം അയച്ചു കിട്ടുമ്പോൾ അത് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. എന്തായാലും ഒരു കൊലപാതകത്തിന്റെ നടുക്കം അതാ നാടിനുണ്ട്. പോലീസ് എന്തായാലും എത്രയും വേഗം ഇതിൽ അന്വേഷണത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും വേണം. അപ്പോൾ ആ സ്ഥലത്ത് നിന്നാണ് സാന്ത്വന വിവരങ്ങൾ നൽകിയത്.